എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സൂര്യ ശശി. എൻ്റെ പേര് ഗോവിന്ദ് സതീഷ്. ഞങ്ങൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. ഞങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഇടുക്കി പൈന. ഞങ്ങൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് വികസിത ഭാരത് ബുള്ളത്തോൺ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളിൽ നിന്നും ഇന്നോവേറ്റീവ് ആയ ആശയങ്ങളുടെ സമർപ്പിക്കുവാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന വിഷയമാണ് ഇവിടെ വിശദമാക്കുന്നത്. പൂർണ്ണമായും വനമേഖലയോട് ചേർന്ന് ജീവിക്കുന്നതും വനത്തെ ആശ്രയിച്ച് കഴിയുന്നതുമായ ആളുകൾ ഒറ്റയ്ക്കും കൂട്ടായും നേരിടുന്ന പ്രശ്നമാണ് വന്യജീവി ആക്രമണം. വനവിഭവങ്ങൾ ശേഖരിക്കാനായി വനത്തിൽ പ്രവേശിക്കുന്ന ജനങ്ങൾ ചിലപ്പോഴെങ്കിലും വന്യജീവി ആക്രമണം നേരിടുകയും അപകടത്തിലാവുകയും ചെയ്യാറുണ്ട്. അതിനൊരു ചെറിയ പരിഹാര മാർഗമാണ് ഞങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത്. വനത്തിലേക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ ധരിച്ചിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ചും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറും ആന്റിനയുമാണ് പ്രധാന സംവിധാനം. ഇതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന ഒരു ചെറിയ ഉപകരണം അയാളുടെ വീട്ടിൽ ഉണ്ടാകും. വനത്തിൽ പോകുന്ന വ്യക്തി വന്യമൃഗത്തിന് മുന്നിൽ അകപ്പെട്ടാൽ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നുണ്ട്. ഹൃദയമിടിപ്പിൻ്റെ താളത്തിലുള്ള വ്യത്യാസം സെൻസർ മനസ്സിലാക്കുകയും ആന്റിന വഴി സിഗ്നൽ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. വീട്ടിലിരിക്കുന്ന ഉപകരണം ഈ സന്ദേശം സ്വീകരിച്ച് അലറാം മുഴക്കുകയും മറ്റുള്ളവർക്ക് അയാൾ അപകടത്തിലാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, അയാൾ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ മൊത്തം ഇതുവഴി കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ ആ വ്യക്തിയുടെ അവസ്ഥയും ലൊക്കേഷനും വീട്ടിലുള്ളവർ തിരിച്ചറിയാനും മറ്റുള്ളവരെ അറിയിക്കാനും അയാൾക്ക് വേണ്ട മുൻകരുതൽ എടുത്ത് അവരെ രക്ഷിക്കാനും സാധിക്കുന്നു. ഇതാണ് ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞ ഒരു വിഷയത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു ചിത്രം. ഈ ചിത്രത്തിൽ ഒരു കുട്ടിയാണെങ്കിൽ ഇവിടെ വന്യജീവിയായിട്ട് എടുത്തിരിക്കുന്ന നമ്മൾ ആനയാണ്. ആ ആനയുടെ മുന്നിൽ പെട്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് എങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അപ്പൊ ഞങ്ങൾ ഇത്രയും വരെ പറഞ്ഞ ഒരു കണ്ടുപിടുത്തമായ ഒരു വാച്ച് ആ കുട്ടിയുടെ കയ്യിലുണ്ട്. അതുവഴി ഈ കുട്ടിയുടെ ഹൃദയത്തിന്റെ ഇടിപ്പ് മനസ്സിലാക്കി ഹൃദയത്തിന്റെ ഇടിപ്പ് മനസ്സിലാക്കുകയും ആ സെൻസറും ആന്റിന വഴി ലൊക്കേഷൻ വീട്ടിലേക്ക് പോവുകയും അവർ ആ ഉപകരണത്തിൽ നിന്ന് അലാറം അടിക്കുമ്പോഴത്തിന് അവർക്ക് പെട്ടെന്ന് തന്നെ വന്ന് ഇവരെ രക്ഷിക്കുവാനും കഴിയുന്നു. ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇത് പലയിടത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ കാട്ടിലേക്ക് പോകുന്നവരെ തിരിച്ച് സുരക്ഷയായി വീട്ടിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നു. ഇതാണ് ഞങ്ങൾ ഇവിടെ ഇന്ന് അവതരിപ്പിക്കുന്ന ആശയം. ഈ ആശയം വഴി കാട്ടിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.